ജനപ്രീതിയുള്ള നേതാക്കളില്ല എന്നതായിരുന്നു BJP അടുത്ത കാലം വരെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. കോൺഗ്രസിലും CPM-ലും ഒക്കെ നിരവധി നേതാക്കളുണ്ടെങ്കിലും BJP-യിൽ അങ്ങനെ ജനപ്രിയ മുഖങ്ങൾ കുറവാണ്. എന്നാൽ അതിനൊരു പരിഹാരമായി രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയെയും വെച്ച് നടത്തിയ പരീക്ഷണങ്ങൾ, പുതിയ നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പോലെ ജനപ്രിയ മുഖങ്ങളെ സംസ്ഥാന നേതൃത്വം എക്കാലത്തും അകറ്റി നിർത്തുക കൂടി ചെയ്തതോടെ BJP-ക്ക് നേതൃദാരിദ്ര്യം അനുഭവപ്പെട്ടു. എന്നാൽ പൊടുന്നനെ BJP-ക്ക് മുഖമുള്ള ഒരു നേതാവിനെ ലഭിച്ചിരിക്കുന്നു. ഇതുവരെ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായതോടെ ജനപ്രീതിയിൽ വലിയ ഉയർച്ച സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗമായി മാത്രം കണ്ടിരുന്ന VV രാജേഷിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാവിന്റെ മുഖം ലഭിച്ചത് പെട്ടെന്നാണ്. കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ കുറച്ചു ദിവസങ്ങൾക്കിടയിൽ രാജേഷ് തന്ത്രപരമായി, ബുദ്ധിപരമായി, അതേസമയം രാഷ്ട്രീയ പക വീട്ടുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ നടത്തുന്ന ഇടപെടലുകൾ CPM-ന്റെ ഉറക്കം കെടുത്തുകയാണ്. BJP-ക്ക് തലസ്ഥാനത്ത് നിറമുള്ള മുഖങ്ങൾ ലഭിക്കുന്നത് CPM-ന് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. BJP-ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഹിന്ദു ഭൂരിപക്ഷ ജില്ലയായ തിരുവനന്തപുരത്ത് ഏത് BJP നേതാവ് ഉയർന്നു വന്നാലും അവിടെ CPM പിറകോട്ട് പോകുമെന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും CPM-ന് നന്നായി അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി VV രാജേഷ് ഇതിനോടകം എടുത്ത നിലപാടുകൾ, നടപടികൾ അതുകൊണ്ട് തന്നെ CPM-ന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്.